ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുറുക്കുണ്ടാക്കിയാലോ. കുറുക്കെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്ത് കുറുക്കാണെന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ ഷോപ്പിംഗ് വ്ളോഗിൽ. നമ്മുടെ റാഗി കുറുക്കാണ്. ഒരു 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ രീതിയിൽ റാഗി കുറുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഇടുന്നുണ്ട് കേട്ടോ. 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിസ്കാണ് നമുക്ക് എപ്പോഴും ഇത് മിക്സ് ചെയ്യാൻ നല്ലതും അതുപോലെ തന്നെ കുറുക്കിയെടുക്കാൻ നല്ലതും. സ്പൂൺ യൂസ് ചെയ്യുന്നതിനേക്കാൾ ഈസി വിസ്ക് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ റാഗി പൗഡർ മിക്സ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് കൽക്കണ്ടം ചേർക്കാം. ഞാൻ എന്താ ഇത്രയും ഒരു 1/2 ടീസ്പൂൺ കൽക്കണ്ടമാണ് കേട്ടോ ചേർക്കുന്നത്. കുട്ടികൾക്ക് കൊടുക്കാനാവുമ്പോൾ 1/2 ടീസ്പൂൺ തന്നെ വേണമെന്നില്ല. ഇനി കൽക്കണ്ടവും ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൽക്കണ്ടം നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പാല് തിളപ്പിച്ച് വെക്കണം. തിളപ്പിച്ച പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. തിളപ്പിക്കാത്ത പാല് ചേർത്തിട്ടല്ല കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കൽക്കണ്ടവും കൂടി മിക്സ് ആയി വരട്ടെ. നമ്മൾ നന്നായിട്ട് കൽക്കണ്ടം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ കട്ടിയായി പോവും. അതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഞാൻ പിന്നെ ഒറ്റ ഇതിൽ തന്നെ പാല് ചേർക്കില്ല, ഒരുമിച്ച് തന്നെ പാല് ചേർക്കില്ല. കുറച്ചായിട്ട് തിളപ്പിച്ച പാല് ചേർത്തിട്ട് കുക്ക് ചെയ്താണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ റാഗിക്ക് കുറച്ച് കുക്കിംഗ് ടൈം ഉണ്ട്. ഒരുപാട് സമയം റാഗി കുക്ക് ചെയ്യണ്ട. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കുറുക്ക് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ പാല് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഒറ്റയടിക്ക് തന്നെ പാല് ചേർത്ത് കൊടുക്കില്ല. 3 പ്രാവശ്യമായിട്ട് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് റാഗി കുറുകി വരുന്നതനുസരിച്ച് നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കും. ആദ്യം ഈ വെള്ളത്തിൽ റാഗി ഒന്ന് കുക്കായി കുറുകി വരണം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലല്ല വെച്ചിട്ടുള്ളത്. ആദ്യം ഹൈ ഫ്ലെയിം ആയിരുന്നു, പിന്നെ ഫ്ലെയിം കുറച്ചു. കൈ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേഗം കട്ടിയായി പോകും. അതുകൊണ്ട് വിസ്ക് കൈയെടുക്കാതെ മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല വേറെ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, എങ്ങനെയാണെന്നുള്ളത്. പിന്നെ കുട്ടികൾക്കാവുമ്പോൾ പനം കൽക്കണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ വലിയവർക്കുള്ള രീതിയിലാണ് സാധാരണ കൽക്കണ്ടം ചേർക്കുന്നത്. പനം കൽക്കണ്ടാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഇപ്പോൾ കണ്ടോ റാഗി കുറുകി തുടങ്ങുന്നതനുസരിച്ച് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ച പാല് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോഴും നമ്മൾ ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് 1 ബൗൾ ക്വാണ്ടിറ്റി ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ റാഗി എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്ന ബൗളിന് 1 ബൗളാണ് കറക്റ്റ് എടുക്കുന്നത്. കുട്ടികൾക്കാണെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും എടുക്കണ്ട. ഒരു 3/4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂണൊക്കെ എടുത്താൽ മതിയാവും. കുട്ടികളുടെ പ്രായം അനുസരിച്ച് വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഒരു വൈകുന്നേരം സ്നാക്കായിട്ടാണ് ഞാൻ റെഡിയാക്കുന്നത്. വൈകുന്നേരത്തേക്കുള്ളൊരു ഫുഡായിട്ടാണ് റെഡിയാക്കുന്നത്. അതുകൊണ്ടാണ് 1 ബൗളെന്ന് പറയുന്നത്. അപ്പോൾ അതാ നമ്മുടെ പാല് ചേർത്തിട്ട് ആ പാല് വറ്റി കുറുകി തുടങ്ങി. ഇനി നമുക്ക് വീണ്ടും പാല് ചേർക്കാം. പാല് ചേർക്കുന്നതോടൊപ്പം ഇളക്കി കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയല്ല കേട്ടോ. ഓരോ പ്രാവശ്യം ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഉപ്പൊന്നും ചേർക്കില്ല കേട്ടോ. ചിലർ പറയാറുണ്ട് എപ്പോഴും മധുരം ചേർക്കുമ്പോൾ ഉപ്പ് ചേർക്കണം എന്നുള്ളത്. ഇതിൽ ഞാൻ ഉപ്പൊന്നും ചേർക്കാറില്ല. ഞാൻ എൻ്റെ രീതിയാണെന്ന് പറഞ്ഞതുകൊണ്ട് അതാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. ഉപ്പൊന്നും ചേർക്കാതെ ഇങ്ങനെ കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ തിളപ്പിച്ച പാലാവുമ്പോൾ വേഗം തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. ആ ചൂട് പാല് തന്നെ ചേർത്തിട്ട് നമ്മളിങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇതൊന്ന് ചൂട് മാറാനായിട്ട് കുറച്ച് സമയം വെച്ചിട്ട് നമുക്ക് ആ ഇളം ചൂടോടുകൂടി കഴിക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. റാഗി ഇഷ്ടപ്പെടുന്നവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാം. പാല് മുഴുവനെ ചേർത്തു നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. വീണ്ടും തിളയ്ക്കണം. മാക്സിമം ഒരു 5 മിനിറ്റ് മതി കേട്ടോ. ഇതെല്ലാം കൂടി എടുക്കുന്ന ടൈം നമ്മൾ വെള്ളത്തിൽ റാഗി മിക്സ് ചെയ്യാനും അതുപോലെ തന്നെ കുറുക്കി എടുക്കാനും എല്ലാം കൂടി ഒരു 5 മിനിറ്റ് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റാഗി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒന്ന് ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ കഴിക്കാം കേട്ടോ. ഇത് ഞാനൊന്ന്
ഇളക്കി കൊടുത്തിട്ട് ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ റാഗി കുഴുക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ രീതി എനിക്കൊന്ന് പറഞ്ഞു തരൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.